പാലങ്ങളും റോഡുകളും തകർന്നതോടെ നേപ്പാളിൽ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിൽ. മിന്നൽ പ്രളയത്തിൽ 20-ലേറെ പാലങ്ങളാണ് തകർന്നത്. 2 പാലങ്ങൾ തകർന്ന് ഒരു ഗ്രാമമാകെ മുങ്ങിപ്പോയ റിസ്വ ദേവി ഘട്ടിൽ നിന്ന് റിപ്പോർട്ടർ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മിന്നൽ പ്രളയം ദുരന്തം വിതച്ച നേപ്പാളിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ റിപ്പോർട്ടർ TV സംഘം യാത്ര ചെയ്യുകയാണ്. ഇപ്പോഴുള്ളത് റസുവയ്ക്കടുത്തുള്ള ദേവിഘാട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ 2 പാലങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെയുള്ള കോൺക്രീറ്റ് പാലം, തൊട്ടടുത്തായി ഒരു ഇരുമ്പ് പാലം. ആ 2 പാലങ്ങളും പൂർണ്ണമായും തകർന്നു എന്നുള്ളതാണ്. 20ഓളം പാലങ്ങളാണ് പൂർണ്ണമായും തകർന്നുവെന്ന് നേപ്പാൾ സർക്കാർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. നമുക്ക് ആ ഇരുമ്പ് പാലത്തിന്റെ സ്ഥിതി കാണാൻ കഴിയുന്നുണ്ട്. 2 പാലം, ഇത് കാഠ്മണ്ഡു, നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിന്നും അതിർത്തിയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന പാതയാണ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ പാലം പൂർണ്ണമായി തകർന്നു. അതിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് കാണാം. ഒപ്പം ഈ കോൺക്രീറ്റ് പാലത്തിന്റെ സ്ഥിതി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. കോൺക്രീറ്റ് പാലം പൂർണ്ണമായും തകർന്നു, അത് ഒലിച്ചു പോയിരിക്കുകയാണ്. പല പാലങ്ങളും പൊട്ടിത്തകർന്ന് പിന്നീട് അടുത്ത ഭാഗത്തേക്ക് പോയി അപ്പുറത്തുള്ള പാലങ്ങളെ കൂടി തകർക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൽ ഈ ഭാഗത്തേക്ക് വന്നാൽ കോൺക്രീറ്റ് പാലത്തിന്റെ സ്ഥിതി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കോൺക്രീറ്റ് പാലത്തിന്റെ കൈവരിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ദേവിഘാട്ട് എന്ന് പറയുന്ന ഭാഗത്തെ സ്ഥിതിയാണ്. കോൺക്രീറ്റ് പാലം പൂർണ്ണമായി തകർന്നു, അതിൻ്റെ കൈവരി പോലും തകർന്നിരിക്കുന്നു. ഇവിടേക്ക് വന്നാൽ ഒരു ദൃശ്യം കാണിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ 2ാം നിലയിലേക്കും 3ാം നിലയിലേക്കും വരെ വെള്ളം ഇരച്ചു കയറി, ചെളിയൊക്കെ പിടിച്ചു കിടക്കുന്നു, മാലിന്യം കിടക്കുന്നു. ഒരു ഭാഗത്തെ ദൃശ്യം കണ്ടാൽ ഒരു കടയുടെ ബോർഡ് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ കട 1ാം നിലയിലാണ്. ആ 1ാം ഗ്രൗണ്ട് ഫ്ലോറിലെ കടയുടെ മേൽക്കൂര വരെ ചെളിവെള്ളം പുതഞ്ഞു കിടക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഏതായാലും അത്രയ്ക്കും ദുരന്തം വിതച്ചിട്ടുണ്ട് നേപ്പാളിൽ മിന്നൽ പ്രളയം എന്നത് നമ്മൾ നേരിട്ട് കാണുകയാണ്. ഇവിടെയൊക്കെ ഒരു റോഡായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് ഓർക്കാൻ പോലും കഴിയാത്ത വിധം ഇവിടുത്തെ ഭൂമിരേഖയാകെ മാറിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇതിനുള്ളിൽ ഒരുപക്ഷെ 400-500 ആളുകൾ ഉണ്ടായേക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ രക്ഷാപ്രവർത്തനം ആ വിധത്തിൽ എത്തിയിട്ടില്ല ഇതുവരെ. ജീവനുള്ള ആളുകളെ, എവിടെയെങ്കിലും ഒറ്റപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തുന്ന നീക്കമാണ് ഇപ്പോൾ നേപ്പാൾ സർക്കാർ അതിതീവ്രമായി ആദ്യഘട്ടത്തിൽ നോക്കുന്നത്.